പ്രോബ്ലം. എ ജെറ്റ് ഓഫ് വാട്ടർ ഓഫ് ഡയമീറ്റർ 60 mm. അങ്ങനെ ഡയമീറ്റർ തന്നെ 60 mm. അപ്പോൾ ഏഴുണ്ട് A = 5/4 into ഡയമീറ്റർ സ്ക്വയർ. ഡയമീറ്റർ 60 mm മില്ലിമീറ്റർ ആകാൻ വേണ്ടി 1000. സ്ട്രൈക്സ് എ കർവ്ഡ് വെയിൻ. ഇതാണ് കർവ്ഡ് വെയിൻ. അതിലെന്ത് ഞാൻ സ്ട്രൈക്ക് ചെയ്തു അറ്റ് സെൻറ്ററിലാണ് സ്ട്രൈക്ക് ചെയ്യുക. വിത്ത് വെലോസിറ്റി ഓഫ് 18 m/s. സ്പീഡ് എത്രയാണ്? 80. ജെറ്റിൻ്റെ സ്പീഡ് 18 m/s. B = 80. കർവ്ഡ് വെയിൻ ഈസ് മൂവിങ് വിത്ത് വെലോസിറ്റി ഓഫ് 6 m/s. ഈ വെയിനിൻ്റെ സ്പീഡ് ഉണ്ട്. ഇത് മൂവ് കൊണ്ടിരിക്കും. അതിൻ്റെ സ്പീഡ് എത്രയാണ്? 6 m/s. എന്ത് ഡയറക്ഷൻ ജെറ്റ് വരുന്ന അതേ ഡയറക്ഷനിൽ തന്നെ വെയിൻ മൂവ് ചെയ്യും. ജെറ്റ് ഈസ് ഡിഫ്ലക്റ്റഡ് ത്രൂ ആൻ ആംഗിൾ ഓഫ് 165 degree. അത് നോക്കിയറിയാം. അപ്പോൾ ഇത് ഈ ജെറ്റ് വെയിൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ജെറ്റ് ഇങ്ങനെ മൂവ്. അപ്പോൾ അന്ന് കുറച്ച് ദൂരം കഴിയുമ്പോൾ കിട്ടി. അപ്പോൾ ആ ഇടിക്കുന്ന സ്പീഡ് എന്ന് വെച്ചാൽ ഇതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി ആയി B - U. അത് വാങ്ങുമ്പോൾ ഇടിച്ചെന്ത് അത് രണ്ട് സ്ഥലത്ത് ഇങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോകും. അപ്പോൾ B - U എന്ന് വെച്ചാൽ ഇത് ഇനിഷ്യൽ വെലോസിറ്റി, ഈ പോണതും ഫൈനൽ വെലോസിറ്റി. നമ്മൾ മുകളിലുള്ള എടുത്ത് B - U ആണ് ഫൈനൽ വെലോസിറ്റി. അപ്പോൾ ആ പോകുന്നത് അതിനെ ബാക്കിലോട്ട് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ അതാണ് എത്ര ഡിഗ്രി ഡിഫ്ലക്ട് ചെയ്ത്? 165 degree ഡിഫ്ലക്ട് ചെയ്ത്. അപ്പോൾ ഇത് 165 ആണെങ്കിൽ ബാക്കി ഇത്ര ഞങ്ങൾ എത്ര ആയിരിക്കും? ബീറ്റ അതെത്ര ആയിരിക്കും? 15 degree. 180 175 വെച്ചാൽ 15. ഈ ബീറ്റയുടെ അതേ സെയിം വാല്യൂ ഇവിടെ ഈ ആംഗിൾ 15 degree. അപ്പോൾ ഈ B - U നെ രണ്ടും റിസോൾവ് ചെയ്യാം. ഇവിടെ B - U കോസ് തീറ്റ അല്ല ബീറ്റയാണ്. കോസ് ബീറ്റ ഇവിടെ B - U കോസ് ബീറ്റ, ഇവിടെ B - U സൈൻ ബീറ്റ. ഇത് ഇനിഷ്യൽ വെലോസിറ്റി ആണ്, ഇത് ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ഫൈനൽ വെലോസിറ്റിയുടെ വെർട്ടിക്കൽ കമ്പോണന്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വേറെ അസ്യൂമിങ് ദ പ്ലേറ്റ് ഈസ് സ്മൂത്ത് എന്നാണ്. ഇത് സ്മൂത്ത് ആണ്, സ്മൂത്ത് പ്ലേറ്റ് ആണ്. സ്മൂത്ത് പ്ലേറ്റ് ആയതുകൊണ്ടാണ് ഈ വരണ സ്പീഡ് എത്രയാണോ, വരണ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? B - U. അത് തന്നെ ആയിരിക്കും തിരിച്ചു പോകണം. എത്ര സ്പീഡിലാണോ വരുന്നത് അത്രയും സ്പീഡിൽ എന്ത് ചെയ്യും? പോകും. പോകണം B - U. ഇവിടെ എന്താണ് B - U. അത് രണ്ട് കമ്പോണന്റ് ആണ്. ഇത് രണ്ട് പോകുന്ന സ്പീഡ് സെയിം സ്പീഡിലാണ്, കാരണം സ്മൂത്ത് ആയതുകൊണ്ട്. അതുകൊണ്ട് വേണ്ട ഫൈനൽ ത്രസ്റ്റ് ഓൺ ദ പ്ലേറ്റ്. ത്രസ്റ്റ് ഫോഴ്സ് ആണ്. ഫോഴ്സ് ഓൺ ദ പ്ലേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. ജെറ്റ് പോകുന്ന അതേ ഡയറക്ഷനിൽ കൊടുക്കുന്ന ത്രസ്റ്റ് ഫോഴ്സ്, അതാണ് എക്സ് ഡയറക്ഷൻ. F(x) ഫോഴ്സ് ഇൻ എക്സ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ മൈനസ് ഫൈനൽ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ. ഇനി മാസ് ഫ്ലോ റേറ്റ് ഇത് നമ്മൾ എന്തൊക്കെയാണ് കണ്ടീഷൻ? ഇത് ഒറ്റ സിംഗിൾ പ്ലേറ്റ് ആണ്. സീരീസ് ഓഫ് അല്ല, സിംഗിൾ ആണ്. അതേപോലെ ഫിക്സഡ് ആണെങ്കിൽ എന്തായിരിക്കും? ഫിക്സഡ് ആണ്, സിംഗിൾ ആണ്. ഫിക്സഡ് ആണെങ്കിൽ ρ(a)(b) ആയിരിക്കും. സിംഗിൾ ഒറ്റ ഒരെണ്ണമുള്ള. അതേപോലെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ρ(a) × V - U. കാരണം എല്ലാ മാസും ഒരു സെക്കൻഡിലുള്ള പറഞ്ഞ എല്ലാ മാസും സ്ട്രൈക്ക് ചെയ്യില്ല. മാസ് ഫ്ലോ റേറ്റ് വെച്ചാൽ മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ്. ഇത് വരുന്ന ഫുൾ ഇത് ഒരു സെക്കൻഡിൽ എത്ര സ്ട്രൈക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വരുന്ന എല്ലാം എന്ത് ചെയ്യില്ല. ഒരു 100 കിലോഗ്രാം ആണെങ്കിൽ 100 സ്ട്രൈക്ക് ചെയ്യില്ല. ഒരു 70-80 കിലോഗ്രാം ആയിരിക്കും ഒരു സെക്കൻഡ് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ അത് കുറഞ്ഞുകൊണ്ടാണ് ρ(a) × V - U. ഇത് ഫിക്സഡ് ആണെന്നെങ്കിൽ ρ(a) × V മൊത്തം ഈ വരുന്ന എത്ര ρ(a) × V ആവും ഫിക്സഡ് ആണെങ്കിൽ. സീരീസ് ഓഫ് ചെയിൻ ഉണ്ടെങ്കിലും അതായത് ഫിക്സഡിൻ്റെ എഫക്റ്റ് ചെയ്യും. ρ(a) × V ആയിരിക്കും. ഇനി ബാക്കിയുള്ള ρ(a) × V - U ഇതാണ് മാസ് ഫ്ലോ റേറ്റ്. മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് ρ(a) × V - U ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി നെക്സ്റ്റ് ഡയറക്ഷൻ. ഇതാണ് വരുന്ന ഇനിഷ്യൽ വെലോസിറ്റി. അത് നെക്സ്റ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. നെക്സ്റ്റ് ഡയറക്ഷനാണ്. അപ്പം V - U മൈനസ് ഫൈനൽ വെലോസിറ്റി നെക്സ്റ്റ് ഡയറക്ഷൻ. ഫൈനൽ വെലോസിറ്റി ഇതാണ്. നെക്സ്റ്റ് ഡയറക്ഷനിലുള്ളതെന്ന് വെച്ചാൽ ഇത് എക്സ് ഡയറക്ഷനിൽ, ഇത് വൈ ഡയറക്ഷൻ. പക്ഷേ ഇത് പോകണം അങ്ങനെയാണ് ഓപ്പോസിറ്റിലായിട്ട്. ജെറ്റിൻ്റെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ്. അപ്പം മൈനസ് പോകണം. മൈനസ് ഓഫ് ഈ വാല്യൂ, മൈനസ് ഓഫ് ആ വാല്യൂ, മൈനസ് ഓഫ് പ്ലസ് സിമ്പിൾ വരുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിനൊക്കെ ഒരു ഫോർമുല പറഞ്ഞിട്ടുണ്ട്. ഒരു കർവ്ഡ് വെയിൻ, സിമെട്രിക്കൽ കർവ്ഡ് വെയിന് ജെറ്റ് അതിൻ്റെ സെൻറ്ററിൽ സ്ട്രൈക്ക് ചെയ്ത് ഇത് മൂവ് ചെയ്യണം. ജെറ്റിൻ്റെ അതേ പ്രാവശ്യം ഇത് മൂവ് ചെയ്താൽ അതിൻ്റെ ഫോർമുല ഇതായിരിക്കും. മുമ്പ് പഠിച്ചത് ഇതായിരിക്കും. അതേ ഫോർമുല ഇട്ട് കൊടുത്താലും മതി. അപ്പം മാർക്ക് അനുസരിച്ച് ഇങ്ങനെ ചെയ്യണം. മാർക്ക് കൂടുതലുണ്ടെങ്കിൽ ഇതേപോലെ സ്റ്റെപ്പ് വേണം, അല്ലെങ്കിൽ ഫോർമുല വേണം. അപ്പോൾ ഇങ്ങനെയായിട്ട് ഇത് നമ്മൾ ഇക്വേഷൻ 1 നൽകണം. കാരണം ഈ അടുത്ത ക്വസ്റ്റ്യൻ ഇത് ആവശ്യമാണ്. ഇനി വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ ഫോഴ്സ് വർക്ക് ഡൺ ബൈ ജെറ്റ് ഇൻ സെക്കൻഡ് വെച്ചാൽ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് ഇൻറ്റു വെലോസിറ്റി. അതായത് പറഞ്ഞോ ഫോഴ്സ് എന്ന് ഇപ്പോൾ നമ്മൾ F(x) വർക്ക് ഡൺ ഓൺ ബൈ ദ ജെറ്റ് വർക്ക്. അപ്പോൾ അതിൻ്റെ ജെറ്റ് പോകുന്ന ഡയറക്ഷൻ ഈ ഡയറക്ഷൻ, അതേ ഡയറക്ഷനിലുള്ള ഇതാണ്. അപ്പോൾ അതേ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് വെലോസിറ്റി, ഈ പ്ലാറ്റിൻ്റെ വെലോസിറ്റി. വർക്ക് ഡൺ ബൈ ജെറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. അതാണ് F(x) ഇൻറ്റു വെലോസിറ്റി ഓഫ് പ്ലേറ്റ്. പ്ലേറ്റിൽ ചെയ്താൽ വർക്കാണ് വെലോസിറ്റി ഓഫ് പ്ലേറ്റ്.
വെലോസിറ്റി വരുന്നതാണ് വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണ് Fs into u. യു ഒക്കെ നമുക്കറിയാം വെലോസിറ്റി അപ്ലൈ ചെയ്താൽ 6. അതേപോലെ Fs ഒക്കെ ഇവിടെ കാണിച്ചാൽ ഇവിടെ ഇത്രയാണ്. അതുപോലെ കൈൻഡ് എനർജി എന്ന് വെച്ചാൽ ഇവിടെ ആദ്യത്തെ ഉള്ള ഇൻസിഡൻറ്റ് റോ ഇൻറ്റു ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു എ വി ക്യൂ. വി എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പീഡ് 18 ഇത്രയാണ്. ഏഷ്യൻസി ഔട്ട്പുട്ട് ഇൻപുട്ട് അപ്പോൾ ഇത്രയാകുമ്പോൾ തന്നെ. അടുത്ത ജെറ്റ് ഓഫ് വാട്ടർ ഓഫ് 10 cm diameter having a velocity of 15 meter per second emerges on at the center of a hemispherical vein. ജെറ്റ് ഓഫ് വാട്ടർ ഓഫ് 10 cm diameter. കാരണം വെള്ളത്തിൻ്റെ ജെറ്റിൻ്റെ ഡയമീറ്റർ എത്രയാണ് 10 cm. അത് വെച്ച് ഏരിയ കിട്ടും. ഏരിയ സീക്കല്ലു 5/4 ഇൻറ്റു ഡയമീറ്റർ സ്ക്വയർ. ഡയമീറ്റർ 10 അല്ലേ, മീറ്റർ ആകാൻ വേണ്ടി 10/100 ഹോൾ സ്ക്വയർ ആണ് ഏരിയ. വെലോസിറ്റി ഓഫ് 15 എന്ന് വെച്ചാൽ ആദ്യമാണ് വെലോസിറ്റി v = 50 ഹിറ്റ്സ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ ഹെമിസ്ഫെറിക്കൽ വെയിൻ. ഇതാണ് ഹെമിസ്ഫെറിക്കൽ വെയിൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കണം. ഒരു സ്പെറിക്കലിനെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഒരു ബോളോ അല്ലെങ്കിൽ ഒരു സ്പിയറിന് രണ്ടായിട്ട് കട്ട് ചെയ്യും. അപ്പം ഇങ്ങനെ ഇരിക്കും അല്ലേ. പിന്നെ അപ്പോൾ അതിനെ നമ്മൾ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ നോക്കാം. ഫ്രണ്ട് എലിവേഷൻ നോക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ അങ്ങനെ ആയിരിക്കും. ഒരു എന്ത് ഷേപ്പായിരിക്കും. ഒരു ഹെമിസ്ഫെറിക്കൽ ആയിരുന്നാലും അതിനെ കട്ട് ചെയ്ത് അതിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ നോക്കുമ്പോൾ അതൊരു സെമി സർക്കിളായിട്ട് തോന്നും. സെമി സർക്കുലർ ആയിട്ട് തോന്നും. നമ്മൾ നേരത്തെ പഠിച്ച ഒരു കണ്ടീഷനാണ്, അവസാനം പഠിച്ചത്. സെമി സർക്കിളിൻ്റെ എഫിഷ്യൻസി എന്നൊക്കെ പഠിച്ചാൽ ഇങ്ങനെ ആ ഷേപ്പാണ്. വെലോസിറ്റി ഓഫ് വെയിൻ ഈസ് 5 meters per second. ഈ വെയിന് പോകണം, ഈ ഹെമിസ്ഫെറിക്കൽ വെയിന് പോകുന്നത് 5 meter per second ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. ഫൈൻഡ് ദ ഫോഴ്സ് എക്സർട്ടഡ് ഓൺ ദ വെയിൻ. ഈ വെയിനിൽ ഇത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പം ജെറ്റ് ഇങ്ങനെ പോകുന്ന ഡയറക്ഷനിൽ തന്നെ വെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ രണ്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ സെയിം കണ്ടീഷൻ തന്നെ, ഈ മുകളിൽ പഠിച്ച കണ്ടീഷൻ്റെ സെയിം ഇത് തന്നെ ഇവിടെ. പക്ഷേ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇത് വെലോസിറ്റി പോകുന്നത് ഇങ്ങനെയാണ്, ഈ ഡയറക്ഷനിലാണ് പോകണം. ഇതെന്ന് വെച്ചാൽ ഹെമിസ്ഫെറിക്കലാണ് അല്ലെങ്കിൽ സെമി സർക്കുലർ. ഇതായതുകൊണ്ട് ഈ വന്ന് ഇടിച്ചിട്ട് ഇതിങ്ങനെ വന്ന് രണ്ടും മൂവ് കൊണ്ട് റിലേറ്റീവ് വെലോസിറ്റി v - u ഇടിച്ചിട്ട് ഇവിടെ നിന്ന് കയറി കറക്റ്റ് അങ്ങനെ ഇരിക്കും. ഹെമിസ്ഫെറിക്കലാണ് അല്ലെങ്കിൽ സെമി സർക്കിൾ ആയതുകൊണ്ട് കറക്റ്റ് ഇങ്ങനെ ഇരിക്കും പോകും. ഈ ജെറ്റ് വരുന്നതിൻ്റെ കറക്റ്റ് പാരലായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ജെറ്റിൻ്റെ പാരലിലും ആയിരിക്കും ഓപ്പോസിറ്റും ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ബീറ്റ എന്ന് വെച്ചാൽ ഏതാണ് ഈ ആംഗിളാണ്. അപ്പോൾ ഈ ജെറ്റ് ഇവിടെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ബീറ്റ ഉള്ളത് 15 ഡിഗ്രി. കുറച്ചുകൂടെ പോയാലോ കുറഞ്ഞ് കറക്റ്റ് ഹൊറിസോണ്ടൽ ബീറ്റ് എത്രയാവും 0. അപ്പോൾ ഇവിടുത്തെ ഇങ്ങനെ പോകുന്നത് ബീറ്റ് എത്രയായിരിക്കും 0 ആയിരിക്കും. ആ 0 എടുത്ത് ഈ ഇക്വേഷൻ ഇട്ടെടുത്തായി. ഇതിൻ്റെ സ്പെഷ്യൽ കേസാണ് ഇത്. ഇതിൻ്റെ കർവ് ഇത്തിരി ഇങ്ങനെ സെമി സർക്കിൾ അടിക്കണമെന്നേ ഉള്ളൂ. ഇതേ ഫോർമുല തന്നെ അതിൻ്റെ ബീറ്റ് എത്ര എടുത്തായി 0 എടുത്തായി. അപ്പം ആൻസർ കിട്ടും. അല്ലെങ്കിൽ അത് ഫോർമുല ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഞാൻ ഇവിടെ ചെയ്യണം as the vein is hemispherical or semi circular. കാരണം ഫ്രണ്ട് എലിവേഷൻ നോക്കുമ്പോൾ സെമി സർക്കുലർ ആയി. ഫൈനൽ വെലോസിറ്റി ഓഫ് ജെറ്റ് എജക്റ്റഡ് ഈസ് ഓപ്പോസിറ്റ് ആൻഡ് പാരലൽ ഡയറക്ഷൻ വരും. കാരണം ജെറ്റിൻ്റെ പാരലിലും ആയിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആയിരിക്കും. അതിൻ്റെ ബീറ്റ് എന്തായിരിക്കും 0. അതായത് ഞാൻ പറയുന്നതാണ് ഈ കാര്യം എഴുതിക്കണം. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ചെയ്യും പോലെ ചെയ്യാം വേറെ രീതി. മാസ് ഫ്ലോ റേറ്റ്, ഇതിൻ്റെ മാസ് ഫ്ലോ റേറ്റ് എന്തായിരിക്കും ഇതിൻ്റെ സെയിം ആയിരിക്കും. രണ്ടും മൂവ് ചെയ്യണമെങ്കിൽ റോ ഇൻറ്റു v - u അവിടെ റോ ഇൻറ്റു v - u ഇനിഷ്യൽ വെലോസിറ്റി നെക്സ്റ്റ് ഡയറക്ഷൻ. ഇനിഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി നെക്സ്റ്റ് ഡയറക്ഷൻ. ഇനിഷ്യൽ വെലോസിറ്റി നെക്സ്റ്റ് ഡയറക്ഷൻ എന്താണ് ഇങ്ങനെ ഇത് ഇനിഷ്യൽ വെലോസിറ്റി v - u അതേപോലെ മൈനസ് ഫൈനൽ വെലോസിറ്റി ഇത്. ഫൈനൽ വെലോസിറ്റി പോണത് എന്താണ് എക്സ് ഡയറക്ഷനിലാണ്, പക്ഷേ തിരിച്ചാണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പം നെഗറ്റീവ് v - u നെഗറ്റീവ് v - u അത് പ്ലസ് ആവും. കഴിയുമ്പോൾ ആൻസർ കിട്ടും. ഇതേ സെയിം ആൻസർ തന്നെ ഈ ഫോർമുല വെച്ച് കിട്ടും. ബീറ്റേക്ക് 0 കൊടുക്കുമ്പോൾ ഈ ഫോർമുല വെച്ച് സെയിം തന്നെ കിട്ടും. അടുത്ത് രണ്ടാം ദിവസം എന്താണ് ഹൗ ദ ഫോഴ്സ് ചേഞ്ച് ചെയ്യുന്ന ജെറ്റ് ഇംപ്രൂവ്സ് ഓൺ ദ സീരീസ് ഓഫ് വെയിൻ അറ്റാച്ച് ടു ദ സർക്കംഫറൻസ് ഓഫ് ദ വ്യൂ. ഇതെന്താണ് ഇതിപ്പോൾ ഒറ്റ ഒരു ഹെമിസ്ഫെറിക്കൽ. അടുത്ത പഠിക്കാൻ പോകുന്നത് സീരീസാണ്. ഇതിൽ ഒരുപാട് കാണും. ഞാൻ 4 കാണിച്ചിട്ടുള്ളൂ കുറേ. ഇതേപോലെ ഇതേ സെയിം കണ്ടീഷൻ തന്നെ, ഇത് തന്നെ ജെറ്റ് വന്ന് ഇവിടെ ഹെമിസ്ഫെറിക്കൽ വെയിൻ്റെ സെൻട്രൽ കിറ്റിയാണ് അതിൻ്റെ അതേ. പക്ഷേ ഇത് ഒറ്റ ഇതെന്താണ് ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഫോർമുലയിൽ മാസ് ഫ്ലോ റേറ്റ് മാത്രം മാറും. നമ്മൾ ഒറ്റ ഒരെണ്ണം വന്ന് അത് മൂവ് ചെയ്യണമെങ്കിൽ റോ എ ഇൻറ്റു v - u വരും. കാരണം കുറച്ച് മാസ് നഷ്ടപ്പെടും. ഇത് സീരീസ് ഉണ്ടെങ്കിൽ ഇത് ഒന്ന് പോകുമ്പോൾ അടുത്ത് വരും. അപ്പോൾ എപ്പോഴും ഒരു ഫിക്സഡിൻ്റെ ഒരു ഫലം ചെയ്യും.
മനസ്സിലായില്ലേ? അപ്പം എന്ത് മാസമൊന്നും നഷ്ടപ്പെടില്ലെന്നുള്ള രീതിയിലാണ് റോ എ ഇൻറ്റു ബി വരും. ഈ പറഞ്ഞ സ്പീഡ് റോ എ ഇൻറ്റു ബി, അതാണ് മാസ് ഫ്ലോ റേറ്റ്. ബാക്കി എല്ലാം സെയിം തന്നെ. ഇനിഷ്യൽ വെലോസിറ്റിയും എക്സ് ഡയറക്ഷൻ അതാണ് ഇതിൻ്റെ സെയിം ഇത് തന്നെ, ബി മൈനസ് യു. ഫൈനൽ വെലോസിറ്റിയും എക്സ് ഡയറക്ഷൻ എന്നാണ്. ഇത് ഹെമിസ്ഫെറിക്കൽ, ഇത് കറക്റ്റ് എന്നാണ് ഈ ഷേപ്പാണ്. തിരിച്ചിങ്ങനെ പോവും. പറഞ്ഞ ഇതിപ്പോൾ പറഞ്ഞതിൻ്റെ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ പോകും. ഞാൻ വരച്ചിട്ട് തെറ്റാണ്, കറക്റ്റ് എന്നാണ് ഹെമിസ്ഫെറിക്കലാണ്. അപ്പോൾ ജെറ്റിൻ്റെ അതേ ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇതേ സെയിം ഫോർമുലയാണ് ഇവിടെ, ബി മൈനസ് യു. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇത്ര ഇങ്ങനെ കിട്ടും. ഇത്രയാണ് കാര്യം.